കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അസിസ്റ്റന്റ് കോച്ചും പിന്നീട് ഇപ്പോൾ പ്രസ് കോൺഫറൻസിനെല്ലാം പ്രതിനിധിയായിട്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിലെ ഇടക്കാല പരിശീലകന്മാരിൽ ഒരാളായിട്ടുള്ള ടി പുരുഷോത്തമൻ, അഡ്രിയാൻ ലൂണയുടെ സ്വന്തം എടാപുരു, ഇന്ന് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിനിടയിൽ പറഞ്ഞൊരു വാചകം അത്യാവശ്യം തെറ്റിദ്ധാരണ പകരുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആരാധകരില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒന്നുമില്ല, ഞങ്ങൾ കളിക്കും എന്നാണ് പുള്ളി പറഞ്ഞത് എന്ന തരത്തിലാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ ആരാധകരാണ് ഈ ക്ലബിനെ ഇവിടെ വരെ എത്തിച്ചത്, അപ്പോൾ ആരാധകരില്ലെങ്കിൽ എന്താണ് എന്നൊക്കെ കാണാമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഭയങ്കര ടങ് സ്ലിപ്പായിട്ട് കുഴപഴായി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ടി പുരുഷോത്തമൻ പറഞ്ഞിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം പല ആരാധകരും സ്റ്റേഡിയത്തിലേക്ക് പോവാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് എന്നുള്ളത് പുള്ളി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി പറയുന്നത് ആരാധകരുടെ നടുവിൽ കളിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഈ ആരാധകർ തന്നെയാണ് ഇവിടം വരെ എത്തിച്ചത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. ആരാധകരുടെ അന്തരീക്ഷത്തിൽ കളിക്കുക എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഞങ്ങൾ കളിക്കാൻ പോകുന്നത് എവേ മത്സരത്തിലാണ്. അവിടെ ആരാധകരുടെ സപ്പോർട്ട് ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമാണ്. താരതമ്യേന തുച്ഛമായിരിക്കാനാണ് സാധ്യത. കാരണം ജംഷഡ്പൂർ, ടാറ്റ ഫുട്ബോൾ അക്കാദമി, അവിടെ നിന്ന് ഒരുപാട് ആരാധകർ വരുമ്പം ജംഷഡ്പൂരിൻ്റെ ഹോം ഗ്രൗണ്ടിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ അധികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം എവേ ഗ്രൗണ്ടിലായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും എന്നുള്ള സാധനമാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് ആരാധകരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് സ്വന്തം ഹാർഡ് വർക്കിൽ വിശ്വസിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ആരാധകർ വേണ്ട എന്നൊന്നും പുള്ളി പറയാനത് യാതൊരു അർത്ഥവുമില്ല. അപ്പം ഇങ്ങനെ സംഭവം പ്രചരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഉള്ളൂ, അത്രേ ഉള്ളൂ.